എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ എൻ്റെ കർത്താവ് തമ്പുരാൻ അങ്ങനെ വെളിച്ചമായി നിൽക്കുന്ന സമയങ്ങളിലാണ് പെന്തക്കോസ്ത് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഞാൻ പോകുന്നുണ്ട്. അവിടുത്തെ അംഗമൊന്നും ആയില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അത് ഞാൻ 7-ാം മൈൽ കവലെ, ഞങ്ങളുടെ വെള്ളൂർ കവലെ ഓടിക്കുകയാണ്. എൻ്റെ കൂടെ ഒത്തിരി സഹോദരങ്ങളുണ്ട്. കൊച്ചുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഇവിടെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. അദ്ദേഹം കൃപാസനത്തിലെ വലിയൊരു വിശ്വാസിയാണ് അമ്മയുടെ നാമത്തിൽ. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓട്ടം പോകാനിടയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, കൃഷ്ണ, നീ ഈ വീടും എനിക്ക് അതുപോലെ തന്നെ വീടുമൊക്കെ പോയി, ഞാൻ 10-11 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. കൃഷ്ണ, നീ അമ്മയെ വിശ്വസിക്കണം, കൃപാസനത്തിൽ വരണം, വന്ന് നീ പ്രാർത്ഥിച്ച് അവിടുത്തെ ഉടമ്പടി എടുത്താൽ നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മ നൽകും എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ തന്നെ പറഞ്ഞു. അപ്പം ഞാൻ ഈ പെന്തക്കോസ്ത് വിശ്വാസമല്ലേ, നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അത് പറയുന്ന മാത്രം, കർത്താവിൽ മാത്രം ഇങ്ങനെ ഒന്നും അറിയത്തില്ലോ നമുക്ക്. അപ്പം ഞാനിങ്ങനെ വിശ്വസിച്ചതിൽ എനിക്ക് അനുഗ്രഹം നൽകുന്നുണ്ട്, എൻ്റെ കുഴപ്പമില്ലാതെ എൻ്റെ കുടുംബം ഇല്ലാതെ പോകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചുവൻ ചേട്ടാ, എനിക്കിപ്പോൾ ദൈവം എന്നെ ഇത്രത്തോളം നടത്തുന്നുണ്ടല്ലോ, ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ പൊക്കോളാം കൊച്ചുവൻ ചേട്ടാ എന്ന് സ്നേഹത്തോടെ തന്നെ പറയുണ്ടായി. എടാ, നീ ഇങ്ങനെ വിശ്വാസത്തിൽ പോകുന്നുണ്ട്, ഞാൻ നിന്നോട് നേരത്തെ പറയാതിരുന്നതൊന്നും ഇപ്പം എന്നോട് പറയണമെന്ന് ഇങ്ങനെ അമ്മ തോന്നിപ്പിച്ചായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, ഓക്കേടാന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ഇതിന് ശേഷം പുള്ളി 2 ദിവസമോ 3 ദിവസമോ കണ്ട് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒത്തിരി പേർക്ക് പുള്ളി ഈ പത്രം ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് കിട്ടുന്ന പത്രം ഇങ്ങനെ വിതരണം ചെയ്തുകൂടെ, എനിക്കും ഒരു പത്രം വെച്ച് നീട്ടി. കൃഷ്ണ, പത്രം